പള്ളിക്കൂദാശ കാലഘട്ടത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന് ആരാധനാക്രമവത്സരത്തിലെ അവസാനത്തെ കാലമാണ്. നമ്മൾ കർത്താവിശംശിക സഭയെ വിശുദ്ധീകരിച്ച് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന കാലമാണ് പള്ളിക്കൂദാശക്കാലം. നമുക്ക് ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് കൂദാശകളിലൂടെ നൽകപ്പെടുന്ന വിശുദ്ധീകരണത്തിന് നമുക്ക് നന്ദി പറയാം. ഏറ്റവും ഭക്തിയോടെ ഏകാഗ്രതയോടുകൂടെ വിശുദ്ധ കുർബാനയിലെ എല്ലാ പ്രാർത്ഥനകളും ഗാനങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിച്ചും പാടിയും നമുക്കൊന്ന് ചേർന്ന് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹ വഴി സഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. കൂദാശകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ഈ ബലി അർപ്പിക്കുവാനും മാലാഖമാരോടൊത്ത് അങ്ങയെ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ മഹാരാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ
സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയുടെ കേൾക്കുക. അനുഗ്രഹിക്കട്ടെ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 16, 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ
ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഏതൊരു ക്രിസ്ത്യാനിയെയും മറ്റുള്ളവരിൽ നിന്നൊക്കെയും വ്യത്യസ്തനാക്കുന്നത്. ഒരുപക്ഷെ ക്രിസ്തുവിനെ ഒരു ചരിത്ര പുരുഷനായി, വലിയ നേതാവായി, ലോകമെമ്പാടും അനുയായികളുള്ള വലിയൊരു വിപ്ലവകാരിയായി ഒക്കെ കാണാനായിട്ട് ഏത് മനുഷ്യനും സാധിക്കും. എന്നാൽ ക്രിസ്ത്യാനി യേശു ആരാണ് എന്നുള്ള ചോദ്യത്തിന് നൽകുന്ന ഉത്തരം വ്യത്യസ്തമാണ്. അതാണ് പത്രോസ്ലീഹായിലൂടെ ഇന്ന് നമ്മൾ കേട്ടത്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒരുപാട് മരിച്ചു മണ്ണടിഞ്ഞു പോയ ദൈവങ്ങളുടെ അല്ലെങ്കിൽ ഭാവനാ സൃഷ്ടികളായ ദൈവങ്ങളുടെ ഇടമായിട്ടുള്ള കേസറിയ ഫിലിപ്പിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പ്രഖ്യാപിക്കുകയാണ് യേശു ആരാണ് എന്നുള്ളത്. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു ക്രിസ്തു തന്റെ മണവാട്ടിയായ തിരുസഭയെ പൂർണ്ണമായും വിശുദ്ധീകരിച്ച് ദൈവപിതാവിന് സമർപ്പിക്കുന്ന ഈ പള്ളിക്കൂദാശ കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എന്താണ് ഈ സഭയുടെ അടിസ്ഥാനമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ സുവിശേഷ ഭാഗം. അത് ഈ വിശ്വാസമാണ്. യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മരിച്ചുപോയൊരു ക്രിസ്തുവല്ല, ഇന്നും ജീവിക്കുന്ന ക്രിസ്തു. അവനാണ് നമ്മുടെ രക്ഷകൻ എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഈ കാര്യം കൊണ്ടാണ്, ഇതൊരു വെളിപാടായി സ്വീകരിച്ചത് കൊണ്ടാണ് പത്രോസ്ലീഹായെ നോക്കി ഈശോ പറയുന്നത്, അത്രയും കാലം ശിമയോൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവന് പുതിയ പേര് കൊടുക്കുന്നത്, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന്. ഈ വിശ്വാസ പ്രഖ്യാപനമാണ് ആ പാറ. ഉറപ്പുള്ള ദൃഢമായ ഒരു പാറ, അത് ശക്തമായ ഒരു അടിസ്ഥാനം, അത് ഈ വിശ്വാസ പ്രഖ്യാപനമാണ്. ഇന്നും സഭയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഇത് തന്നെയാണ്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈശോ വചനം പറയുന്നുണ്ട്, അവർ വചനം എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അത്ഭുതങ്ങളിലൂടെ യേശു അവരോട് കൂടെ പ്രവർത്തിച്ചിരുന്നു. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നമ്മുടേത്. ഒരു കാലത്ത് ഭൂമിയിൽ വന്ന് ജീവിച്ച് മരിച്ചു കടന്നുപോയതല്ല, മരിച്ചുയർത്ത് ഇന്നും ജീവിക്കുന്ന ദൈവമായി വചനം പ്രഘോഷിക്കപ്പെടുന്നിടത്തൊക്കെയും മനുഷ്യർക്ക് സമാശ്വാസമായി, അത്ഭുതമായി, അടയാളമായി പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ഒരു ക്രിസ്തുവാണ് നമ്മുടെ ദൈവം. അതാണ് നമ്മൾ ഇന്നും ഏറ്റുപറയുന്ന കാര്യം. അവിടുന്ന് ദൈവമാണ്, ദൈവപുത്രനാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തില് 1-ാമത്തെ അധ്യായം 1-ാം വാക്യം നമ്മളോട് പറഞ്ഞു തരുന്ന അതാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മനുഷ്യനായി അവതരിച്ചതാണ് യേശുക്രിസ്തു. ആ ഒരു വിശ്വാസം ജീവിതത്തിൽ എപ്പോഴും ഉറപ്പോടെ സൂക്ഷിക്കാനും അത് മറ്റുള്ളവരോട് പ്രഖ്യാപിക്കുവാനും നമുക്ക് കടമയുണ്ട്. തന്നെയുമല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ക്രിസ്തു, രക്ഷകൻ. ഈ ലോകത്തിന്റെ മുഴുവനും എല്ലാ മനുഷ്യരുടെയും രക്ഷകനായി ദൈവം അയച്ച തന്റെ ഏകപുത്രൻ, അവനാണ് യേശുക്രിസ്തു.
അത് മറ്റുള്ളവരുടെ മുമ്പാകെ പച്ചയായ ഭാഷയിൽ പ്രഖ്യാപിക്കാനും ഏറ്റുപറയാനും നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഒക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിന്റെ പോരാളിയായി വിശ്വാസം പ്രഖ്യാപിക്കാനായി കടപ്പെട്ടവരാണ് നമ്മൾ. അത് ആരുടെ മുമ്പാകെയും മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ നിഗൂഢമായ രീതിയിൽ അവതരിപ്പിക്കാനോ അല്ല, വ്യക്തമായ രീതിയിൽ സുവിശേഷ പ്രഘോഷണത്തിലൂടെ തന്നെ യേശുവാണ് എൻ്റെ രക്ഷകനെന്ന് പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്രകാരം ആഴത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസമാകുന്ന പാറമേൽ പണിതുയർത്തപ്പെട്ട ഒരു ഭവനമായിട്ട് നമ്മൾ വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാറ്റിനും എല്ലായിടത്തും അടിസ്ഥാനം ഈ പാറയാണ്, ഈ വിശ്വാസമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകേണ്ട പല നിർമ്മിതികളുണ്ട്. നിങ്ങളുടെ തന്നെ സ്വന്തം ജീവിതം, സഖിത്വം, സൗഹൃദം, കുടുംബം, സമൂഹം, സഭ, ഈ വക നിർമ്മിതികളിലെല്ലാം അടിസ്ഥാനമായി നിൽക്കേണ്ടത് ഈ വിശ്വാസമായിരിക്കണം. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് പത്രോസിന് ഇത് വെളിപാടിലൂടെ ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, അത്രമാത്രം അവൻ യേശുവിനെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് സുവിശേഷങ്ങളിലൂടെ കാണാൻ പറ്റും. കാരണം വലിയ പീഡനങ്ങളുടെ, മരണത്തിന്റെ, ഉത്ഥാനത്തിന്റെ ഒക്കെ കാര്യം ഒരു പ്രവചനമായി ഈശോ ശിഷ്യന്മാരോട് പറയുമ്പോഴാണ് പത്രോസ് വലിയ വിഷമത്തോടെ അവനെ മാറ്റി നിർത്തി പറയുന്നത്, ദൈവം കനിയട്ടെ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, കർത്താവ് ഇത് ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16:22. അത് അത്രമാത്രം അവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഒരു ചെറിയ വേദന പോലും കർത്താവിന് വരരുതെന്ന് ആഗ്രഹിച്ച് അവൻ അവന്റെ മുമ്പാകെ കയറി നിന്ന് ഇത് പറയുന്നത്. ഒരുപക്ഷെ യേശു ശാസിക്കുന്നുണ്ടെങ്കിലും അവന്റെ സ്നേഹം അവിടുന്ന് അറിയാതിരിക്കുന്നില്ല. അതുപോലെ തന്നെ കർത്താവിനെ പിടിച്ചുകൊണ്ടുപോകാനായിട്ട് ഒരു സൈന്യത്തോടു കൂടെ അവർ വരുമ്പോ പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചെവി ഛേദിക്കുന്നത് അവരിൽ ഒരുവൻ, അവനോട് കൂടെ ഉണ്ടായിരുന്നവൻ എന്നൊക്കെ സമാന്തര സുവിശേഷങ്ങളായ മത്തായി ശ്ലീഹായും മർക്കോസും ലൂക്കായും ഒക്കെ പറയുമെങ്കിലും യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചെവി ഛേദിക്കുന്നത് പത്രോസാണെന്ന്. പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനായ ഒരുവൻ എന്ന് യോഹന്നാൻ 18:22-26 പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും എങ്ങനെയും എൻ്റെ കർത്താവിനെ രക്ഷിച്ചെടുക്കണമെന്ന് ചിന്തിക്കാൻ മാത്രം വലിയ സ്നേഹമുള്ളവനാണ് പത്രോസ്. അതുപോലെ തന്നെ ശിഷ്യന്മാരെല്ലാവരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കിട്ടാതെയും അവസാനം ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് വലതുവശത്ത് വലയിറക്കി മീൻ പിടിച്ചു കഴിയുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, അത് കർത്താവാണ്. അത് കേട്ടപാടെ എത്രയും വേഗം യേശുവിന്റെ അടുക്കൽ എത്താനായിട്ടുള്ള താല്പര്യത്തോടെ വെള്ളത്തിലേക്ക് ചാടി നീന്തുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ സ്നേഹിച്ചിരുന്ന ഒരുവനിലേക്കാണ് ഈശോ ഈ വെളിപാട് നൽകുന്നത്. ആ വെളിപാട് ഇന്നും നമുക്ക് നൽകപ്പെടുന്നു ദൈവവചനത്തിലൂടെ, വിശുദ്ധ ബൈബിളിലൂടെ. അത് വായിക്കാനും ആ വചനം ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും നമുക്ക് വിശ്വസിക്കാനും സാധിക്കുമെങ്കിൽ തീർച്ചയായും പത്രോസ്ലീഹായ്ക്ക് നൽകിയ അധികാരങ്ങൾ തന്നെയും നമുക്ക് നൽകപ്പെടുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈശോ നൽകിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനും വിശ്വാസപൂർവ്വം അത് മറ്റുള്ളവർക്ക് നൽകപ്പെടുവാനും നമ്മിലൂടെയും ദൈവം ഇടവരുത്തട്ടെ. ഇന്ന് വചനം വായിക്കാനായിട്ട് നമുക്ക് വലിയ സൗകര്യങ്ങളുണ്ട്. ആദിലാബാദിലെ ബിഷപ്പാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളെ ധ്യാനിപ്പിച്ചത്. മെത്രാനച്ചൻ പറഞ്ഞ ഒരു വലിയ ഞങ്ങളെയൊക്കെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയും. വളരെ കുറച്ചു നാളെ ആയിട്ടുള്ളൂ ആദിലാബാദിലൊക്കെ സുവിശേഷം വന്നിട്ട് മനുഷ്യർ വിശ്വാസികളായി മാറിയിട്ട്. പക്ഷേ അവരൊക്കെയും പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ബൈബിളും കൊണ്ടുവരും. ബൈബിൾ വചനങ്ങൾ പറയുമ്പോൾ അവർ ബൈബിൾ എടുത്ത് വായിക്കും. ഇവിടെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും ബൈബിൾ വായിക്കുമ്പോൾ അതേ ബൈബിൾ ഭാഗങ്ങൾ എല്ലാവരും ഒരുപോലെ ബൈബിൾ നിവർത്തി വെച്ച് കൂടെ വായിക്കും. എന്തൊരു ചൈതന്യമാണ്, അല്ലെങ്കിൽ എന്തൊരു കൃപ നൽകുന്ന നിമിഷങ്ങളായിരിക്കും അത്. നമുക്കുമൊക്കെ നമ്മളോട് ഒരു കൺവെൻഷന് പോകുമ്പോൾ പോലും അത്രയും താല്പര്യമുള്ളവരെ കൺവെൻഷന് പോകുന്നുള്ളൂ. അതിന് പോകുന്നവരോട് പോലും ബൈബിൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എത്ര വിഷമിച്ചിട്ടാണ് ബൈബിൾ കൊണ്ടുപോകുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാവോ, അടുത്ത ആഴ്ച മുതൽ
പള്ളിയിലേക്ക് വരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം കൂടെ കൊണ്ടുപോകും. അവിടെ വചനം വായിക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ ആ ഒരു ബൈബിൾ ഭാഗത്തെ കുറച്ച് വചനമെങ്കിലും ഞാനും കൂടെ വായിക്കുമെന്ന്. നമുക്കിപ്പോ മൊബൈലിലൊക്കെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ബൈബിൾ വായിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ എന്നാണ് നമ്മൾ ഇനിയും നമ്മൾ ആരംഭിക്കുന്നത്. എനിക്കറിയാം പലരും പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ വായിച്ച് തീർത്തവരുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്താണ് നമ്മൾ പുതിയ നിയമം വായിച്ചു തുടങ്ങിയത്. നവംബർ 1 മുതൽ ജനുവരി 31 വരെ ഇങ്ങനെ ഒരു കലണ്ടർ അടിച്ച് നമ്മൾ കുറേയേറെ പേര് പുതിയ നിയമമെങ്കിലും വായിച്ചു തീർത്തിരുന്നു. ഇനിയും വായിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കുർബാന കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ കലണ്ടർ തരാം. ഇന്ന് മുതൽ നവംബർ 1-ാം തീയതിയാണ് ഇന്ന്. മത്തായിയുടെ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു തുടങ്ങി. വെളിപാട് പുസ്തകത്തിന്റെ 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ ജനുവരി 31 ആകുമ്പോഴത്തേക്കും വായിക്കാവുന്ന ഒരു മനസ്സ് ഒന്ന് രൂപപ്പെടുത്തണം. ഇടയ്ക്കൊക്കെ നിങ്ങൾ വായിച്ചു തുടങ്ങിയിട്ട് നിന്ന് പോയിട്ടുണ്ടാകും. വീണ്ടും ആദ്യം മുതലേ തുടങ്ങണം. ക്രിസ്തു ആരെന്ന് നമ്മളോട് വ്യക്തമായി പറഞ്ഞു തരുന്നത് ഈ ബൈബിൾ വചനങ്ങളല്ലേ. അത് മനസ്സിലാക്കിയാലല്ലേ മറ്റൊരാളോട് ഒരു ആശ്വാസ വചനം പറയാൻ, ഒരു വിശ്വാസത്തിലേക്ക് വളർത്തുന്ന രീതിയിൽ ഒരു വചനം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വചനത്തിൽ വിശ്വസിക്കുകയും വെളിപാട് ഇന്ന് നമുക്ക് നൽകപ്പെടുന്ന ഈ മാർഗം തീർച്ചയായിട്ടും സ്വീകരിച്ച് കർത്താവിനെ ഏറ്റുപറയാനും അതുവഴി സ്വർഗം സ്വന്തമാക്കാനും, ലൗകികമായിട്ടുള്ള ഒരു സമ്മാനവുമല്ല ദൈവം കർത്താവിനെ ഏറ്റുപറയുന്നവർക്ക് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ സഹനങ്ങളായിരിക്കാം ഇവിടെ, പക്ഷേ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ ഒരു പ്രത്യാശയോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കർത്താവ് വിശ്വാസം എന്ന കൃപ, വചനം വായിക്കാനുള്ള കൃപ ഈ വിശുദ്ധ കുർബാനയിലൂടെ തന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തിൽ സ്മരിച്ചുകൊണ്ട് കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ വിശ്വസിച്ചുകൊണ്ട് അവളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേമിലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ രൂപാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മലവധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റു പറയുവാനും നിന്നിൽ ശാശ്വത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, അങ്ങേ ശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ അങ്ങ് പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നീ പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിലൊന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളേവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. സ്വീകരിക്കണമേ പ്രഭോ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നും ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും അവിടം ചൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടെ ഏർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും ആദിയാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരശികായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി നിറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ഐക്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഗർഭം നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രികീസുമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും ഏർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്നത് രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായി എന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
സഹോദരരെ, മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസി ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങളും നിലത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ വിശുദ്ധ കുർബാന ഏറ്റവും പ്രത്യാശയോടെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും മാതുലരുമായ ദാസറങ്ങേതിൽ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ
അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും പ്രതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി, സന്യാസികൾ, മിഷണറിമാർ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും സാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. വ്യസിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനമോ നാമകേതുക തിരുനാളോ വിവാഹവാർഷികമോ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ ലോക സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും യുവതി യുവാക്കൾക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയും വൃദ്ധരായ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ എല്ലാ ദമ്പതികൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയും യഥാകാലം ജീവിതാംശം തെരഞ്ഞെടുക്കുവാനും യോജിച്ച ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനുമുള്ള യുവാക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും എല്ലാവരുടെയും സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയും എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്നവരും ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവരുമായവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽപക്കക്കാർ, സഹപ്രവർത്തകർ, ഉപകാരികൾ എന്നിവർക്ക് വേണ്ടിയും കൊറോണ വൈറസിന്റെ വ്യാപനം മൂലം ദുരിതമനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അതിന്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടിയും അതിന്റെ ശുശ്രൂഷാ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ സമൂഹം മുഴുവന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധമായ ബലിപീഠത്തിന്റെ അങ്ങ് രക്ഷിക്കന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ നിയാമറിയത്തിന്റെയും അങ്ങയുടെ ഒരു സന്നിധിയിൽ സംരക്ഷിക്കുന്നതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവഗണനയും സമത്വമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശികായ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഈശോയുടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലോടുന്ന ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏൽപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിലുള്ളതുമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ ഗണനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം നിന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിന് ഉളവാകുന്ന ക്ഷമത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങൾ പരിശുദ്ധവിഷയവും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുക. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. ഭവന ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടും കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലവും പ്രസന്നവതനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നും ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ ശംസിയായ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനുമാകട്ടെ. ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലനയുടെ മാധുര്യം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. പുതിയ ജെറുസലേമായി സഭയെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ ദിവ്യഭവനത്തിൽ ഒന്നു ചേർന്ന്
അങ്ങേ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സകല സ്വർഗവാസികളോടുകൂടെ അങ്ങയെ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാരുണ്യവാനായ മിശിഹായെ, അങ്ങേ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയെ നിർമ്മലവധമായി സ്വീകരിച്ച മിശിഹായെ, മനുഷ്യവർഗം മുഴുവൻ അവളെ രക്ഷയുടെ കൂദാശയായി സ്വീകരിക്കുവാനും അക്ഷയമായ ജീവനവകാശികളായി തീരുവാനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വാഗ്ദാനം നിറവേറ്റിടുവാൻ നൽകി മാനവരക്ഷയ്ക്കായി ദൈവം തന്നുടെ പ്രിയസുതനെ വാഴ്ത്താമെന്നും തിരുനാമം. ഈ ഭവനത്തിൽ ദൈവജനം ദിവ്യസ്തുതികൾ പാടിടുവാൻ നൽവരമേകിയ റൂഹാക്കായി നന്ദി അണയ്ക്കാം വിനയമുടെ. വിധികർത്താവാം മിശിഹാതൻ വലതുവശത്തണി ചേർന്നിടുവാൻ ദൈവം കൃപയരുളിടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. തിരുക്കുടുംബമേ